ഐക്കാർക്ക് സമരം ചെയ്യാൻ കാരണങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സ്വന്തം സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പോലീസുമായിട്ട് അടിയുണ്ടാക്കാൻ പറ്റുന്നില്ല, ഷോ കാണിക്കാൻ പറ്റുന്നില്ല, പുതിയ നേതൃത്വം വന്നു SFIക്ക്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അനാവശ്യമായി പ്രശ്നങ്ങളുണ്ടാക്കി മാർച്ച് നടത്തുന്നത്, രാജ്ഭവൻ നേരത്തെ മാർച്ച് നടത്തുന്നത്. ഗവർണർ ഒന്നും ചെയ്തില്ല. ഗവർണറുടേതായ രീതി, അദ്ദേഹം എത്രയോ കാലം സ്വയംസേവകനായിരുന്നു, പ്രചാരകനായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന ഭാരതാംബയെ ആദരിക്കുക എന്നുള്ളത് സ്വന്തം പെറ്റമ്മയെ ആദരിക്കുന്നത് പോലെ നിത്യവും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അദ്ദേഹം തുടർന്നു. അത് ഇനി അദ്ദേഹം ഗവർണർ ആയാലും ശരി തന്നെ, പ്രധാനമന്ത്രി ആയാലും ശരി തന്നെ, എന്തായാലും അത് ശീലമാണ്. അത് സ്വയംസേവകനായാലും അതെൻ്റെ ശീലമാണ്, എത്രയേ ഉള്ളൂ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന മാതൃത്വത്തിനെ പറ്റിയിട്ടോ മാതൃസങ്കല്പങ്ങളെ പറ്റിയിട്ടോ മാതൃരാജ്യത്തെ പറ്റിയിട്ടോ ഒന്നും അറിഞ്ഞുകൂടാത്ത ചിലർക്ക് ഇതൊക്കെ അങ്ങ് കയറിക്കൊള്ളും. അതിൻ്റെ പേരിൽ മാത്രം നടക്കുന്ന പ്രശ്നമല്ലേ ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നമല്ല. ഒരു കാര്യം പറയട്ടെ, ഇനി ഇവർ എത്ര തലകുത്തി പറഞ്ഞാലും വരാൻ പോകുന്ന എല്ലാ ഗവർണർമാരും RSS ചായവുള്ളവരും BJPയുടെ നേതാക്കന്മാരും അവർ BJP ഗവൺമെൻറ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വ്യക്തിത്വം അവർക്കുണ്ടായിരിക്കും. ഇവരെത്ര തലകുത്തി പറഞ്ഞാലും BJP ഭരിക്കുന്നിടത്തോളം കാലം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന ഗവർണർമാർക്ക് BJP ചായവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് BJP സംസ്ഥാന ഗവർണർമാരായിട്ട് നിയമിക്കുന്നത്. ഇനിയിപ്പോൾ ഭാരതാംബ എന്നൊരു സങ്കല്പമില്ല. ഒരു സങ്കല്പം കൊണ്ടുവന്നുകൊണ്ടേ അതെനിക്ക് മനസ്സിലാവാത്തേ. ഇങ്ങനെ ഇത് എവിടെ നിന്ന് കിട്ടി? ഒരു സ്ത്രീ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, അങ്ങനെ നാനാമുഖങ്ങളുള്ള സ്ത്രീകളെ ഓരോ തരത്തിൽ വീണ വായിക്കുന്നു, ഇങ്ങനെ വെച്ച് നമുക്ക് പഠനത്തിൻ്റെതായ കാര്യങ്ങൾ തരുന്നു, നമുക്ക് സമ്പത്ത് തരുന്നു. ഓരോ ദേവീ രൂപങ്ങളും പട്ടുസാരി ഉടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പട്ടുസാരി ഉടുത്ത്, ഇനി കീറി പറഞ്ഞ സാരി ഉടുത്തോണ്ട് നിൽക്കണോ? ഇവരുടെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? നേതാക്കന്മാർക്കൊക്കെ നല്ല സാരിയും വസ്ത്രങ്ങളൊക്കെ ധരിക്കാം, നല്ല AC കാറുകളിൽ പോവാം. പാവപ്പെട്ട അനുയായികളൊക്കെ കീറിപ്പറഞ്ഞ സാരിയും കൊടുത്ത് 2 നേരത്തെ കാശിന് അഷ്ടിയില്ലാണ്ട് നടക്കണം. അതാണിപ്പോൾ അവരുടെ പ്രശ്നം. ആദ്യം വന്ന ഭാരതാംബ ഒരു സാധാരണ വേഷത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഭാരതാംബ കസവ് സാരി എടുത്തിരിക്കുന്നു, പട്ടു സാരി എടുത്തിരിക്കുന്നു. ഭാരതം പുരോഗമിച്ചുന്നേ. ലോകശക്തികൾ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊന്നും വേണ്ട. എന്ത് യോഗ്യതയോടുകൂടിയാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഓരോ രാജ്യങ്ങളിൽ പോകുന്നത്? എന്ത് നല്ല വസ്ത്രധാരണ രീതിയാണ്, എന്തുമാത്രം നല്ല സ്മാർട്ടായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും ഭാരതാംബയുടെ കാര്യത്തിൽ വിചാരിക്കുന്നു. ഈ SFI നേതാക്കൾക്ക് ഇപ്പോൾ ഇവരുടെ പറയുകയാണെങ്കിൽ നമുക്ക് നിരവധി കാര്യങ്ങളിൽ ഈ സർക്കാരിനെ കുറിച്ച് കുറ്റം മാത്രമേ പറയാനുള്ളൂ. പക്ഷേ SFIക്കാർക്ക് അത് പറ്റുമോ? പിന്നെ പുതിയൊരു പ്രസിഡന്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു സംഗതി ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ? അപ്പം നമുക്ക് ഏറ്റവും അവർക്ക് സേഫായിട്ടുള്ള കാര്യം എന്താ? BJPക്കെതിരെ അങ്ങോട്ടേക്ക് പിടിക്കുക. BJP എന്ന് ഞാൻ പിന്നെയും പറയുന്നു, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒന്നും മാത്രമാണ് ഇവർ. RSS എന്ന് പറയുന്നതും, RSSന് സേവാഭാരതിയുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, ധാരാളം കാര്യങ്ങളുള്ളതിൽ ഒന്നാണ് BJP എന്ന് പറയുന്ന സംഘടനയും. ഒരു പോഷക സംഘടന തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമായ BJPയെയും RSSന്റെ ഏറ്റവും വലുതായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഗവർണർ ആർലേക്കർ ജിക്ക് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ഹോസ്റ്റ് ചെയ്യുന്ന ചടങ്ങുകളിൽ മാത്രമേ അദ്ദേഹം ഈ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ചിത്രം, സരസ്വതി ദേവിയുടെ, കാരണം കുറച്ച് എഴുതുന്നതുകൊണ്ട് സരസ്വതി ദേവിയുടെ ചിത്രം ഞാൻ വലിയൊരു സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അത് മാറ്റണം. അത് ബൂഷ്വാ വിശ്വാസമാണ്. അവർ പട്ടുസാരി ഉടുത്തിരിക്കുന്നു, കീറിപ്പറഞ്ഞ സാരി ഉടുത്തിട്ട് വീണയ്ക്ക് പകരം അരിവാൾ പിടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മളുടെ വിശ്വാസമാണ്. മറ്റൊരാളുടെ വിശ്വാസത്തെ ഹനിക്കാത്തടത്തോളം കാര്യം എൻ്റെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ എന്ത് വയ്ക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. സെനറ്റ് ഹാളിലൊരു പരിപാടി നടത്തിയതാണല്ലോ ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. സെനറ്റ് ഹാളിലെ പരിപാടി ഒരു പ്രൈവറ്റ് പരിപാടിയായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഒരു പുസ്തക റിലീസായിരുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് ചിത്രം വയ്ക്കണമെന്ന് അവർക്ക് തീരുമാനിച്ചൂടെ? അതിനുവേണ്ടി ഇവർ കുറേ നാടകം കാണിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? SFIയുടെ മാർച്ചാണെങ്കിൽ പോലീസ് വീണിപ്പ. അവർ ലോകത്തേ അല്ല, അവരുടെ ആ ലാത്തിയും മുടങ്ങിക്കിടക്കും, ആ ഷീൽഡും താഴെ കുത്തി നിൽക്കും. കാരണം ഒന്നും ചെയ്യാൻ പാടില്ല. പോലീസിന് ആ സമരം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഒരു കാര്യം അറിയണോ? SFIയുടെ മാർച്ച് നടക്കുന്നു, ഈ എല്ലാ സ്ഥലത്തും നടന്ന പോലെ തന്നെ. മിനിങ്ങാന്നൊറ്റയാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ പണിമുടക്ക് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത്
ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, മാഡം SFIയുടെ സമരം വരുന്നുണ്ട്. നമ്മൾ ബാരിക്കേഡൊന്നും കാണാനില്ലല്ലോ, ഇന്നലെ മറ്റേ സമരത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബാരിക്കേഡൊക്കെ വെച്ച്. SFIയുടെ സമരമല്ലേ മാഡം, നമ്മുടെ ഒതുങ്ങി പോയാൽ മതി. നമ്മൾ എന്താ SFIക്കാർക്ക് ബാരിക്കേഡ് മറികടക്കണ്ടേ, നിങ്ങൾക്ക് ചീറ്റണ്ടേ? ഈ ചീറ്റണ വെള്ളത്തിൽ അവർ കുറച്ച് ഈ പൊടികളൊക്കെ ചേർക്കും കേട്ടോ, നമുക്ക് ചൊറിയാനും പിന്നെ കൊണ്ടുവരുന്നൊക്കെ കാനെ കിടക്കുന്ന വെള്ളമൊക്കെയാണെന്നാണ് പറയണത് കേട്ടോ, ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ SFIയുടെ നേരെ ഇതൊന്നും വേണ്ടേ, ബാരിക്കേഡ് മുള്ളു വെച്ച ബാരിക്കേഡൊന്നും വേണ്ടേ, 5-6 പോലീസുകാർ നിന്നാൽ മതി. SFIയുടെ പിള്ളേരില്ലേ, ഞാൻ പറഞ്ഞു അവരല്ലേ ഏറ്റവും ആക്രമാസക്തമായിട്ട് ഇടപെടുന്നത്. ആക്രമാസക്തമായിട്ട് സാധാരണ ജനങ്ങളെ പോലും നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ പൊതുപണിമുടക്കിൽ ഒരു പാവപ്പെട്ട സ്കൂളിൽ അരി വെച്ച് കൊടുക്കാൻ വരുന്ന അമ്മയുടെ വരെ തീക്കൊള്ളിയുടെ ഉള്ളിലേക്ക് തള്ളിയിട്ട ആൾക്കാരാണ് SFIയുടെ ആൾക്കാർ. അരി തട്ടിക്കളഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് ഏറ്റവും ആക്രമാസക്തമായിരിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ബാരിക്കേഡെങ്കിലും വെച്ചോട്ടെ. ആ റോഡ് അങ്ങോട്ട് തുറന്നിട്ടിരിക്കുകയാണോ, വരുന്ന കാറുകളെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്ന. തുറന്നു വിട്ടിരിക്കുകയാണ്. അവരുടെ കുട്ടി പറയാൻ പാടില്ല, എനിക്ക് വന്നത് വേറെ ഒരു ഇതിൻ്റെ പേരാണ്, കുട്ടി എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവരങ്ങോട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊന്നും നമ്മുടെ ആർലേക്കർ ജീവിതത്തിൽ, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് നടന്നിട്ടില്ല. ആർലേക്കർ ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല. ഭാരതാംബ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ഭൂമിയെ നമ്മളൊരു മാതാവായിട്ടാണ്, ഒരു രാജ്യത്തെയും മദർ എർത്ത് എന്നാണ് പറയുന്നത് അല്ലേ, ഭൂമി ദേവി എന്നാണ് പറയുന്നത്. നൃത്തം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഭൂമിദേവിയെ തൊട്ടിട്ടാണ്. ഞാൻ അമ്മയുടെ മുകളിൽ നൃത്തമാടുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഒക്കെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട്, ക്ഷമ പറഞ്ഞുകൊണ്ട് ആണ് തൊട്ട് കണ്ണിൽ വെച്ചിട്ടാണ് നമ്മൾ നൃത്ത പഠനം ആരംഭിക്കുന്നത്. മദർ എർത്ത് എന്നാണ് ലോകത്ത് എല്ലായിടത്തും പറയുന്നത്. ഫാദർ എർത്ത് എന്ന് നമ്മളൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഓരോ കൺട്രിയും പറയുന്നത് മദർ ഓഫ് നേച്ചർ. ഇന്ന് എല്ലാത്തിനും മദർ എന്നൊരു സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാരതാംബയെ മാറ്റിയിട്ട് നമ്മൾ ഭാരത അമ്പനോ എന്താക്കും ഒന്ന് പറയൂ. കമ്മ്യൂണിസ്റ്റുകൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അവർക്ക് ആദർശങ്ങളെ പറ്റി അറിയില്ല, ഈ പറയുന്ന ഫിലോസഫി അറിയില്ല, ഈ പറയുന്ന രാജ്യം ഇന്ത്യ എന്താണെന്ന് അറിയില്ല. അവർക്ക് ഈ മാർസ് പറഞ്ഞിട്ടുള്ള ജർമ്മനിയും സോവിയറ്റ് യൂണിയനും ചൈനയൊക്കെ അറിയാവുള്ളൂ. അയ്യോ പറയല്ലേ. ഇപ്പം ഞാൻ ഈ സെൻട്രൽ യൂറോപ്പിൽ പോയിട്ട് വന്നു. അപ്പോൾ ഒരു രാജ്യത്ത്, പോളണ്ടിൽ തന്നെ ഭയങ്കര ഡിവാസ്റ്റേറ്റഡ് ബൈ ദ നാസീസ് ആയിരുന്നു. അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ വന്നപ്പോൾ ഇവർ പ്രതീക്ഷിച്ചു ഞങ്ങളുടെ നല്ല കാലം വരുന്നെന്ന്. ഞങ്ങളുടെ ഗൈഡ് പറയായിരുന്നു 99% ഞങ്ങൾക്ക് ഭീകരാന്തരീക്ഷമായിരുന്നു നാസികളുടെ താഴെയെങ്കിൽ, സോവിയറ്റ് വന്നപ്പോൾ 100% ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുഷ്ടതയെന്ന്. അപ്പൊ അതുകൊണ്ട് ഇവര് മാർക്സിന്റെയും എന്താ പറയുക, ജർമ്മനിയുടെയും ഒക്കെ കാര്യങ്ങൾ, സോവിയറ്റ് പോളണ്ട് പഴയ പോളണ്ട്, അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. അവിടെ ഒന്ന് പോകൂ, ഈ സഖാക്കന്മാരെ അവിടേക്കൊന്ന് അയച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ. എന്തുമാത്രം കഷ്ടതയാണ് അവർ സോവിയറ്റ് യൂണിയന്റെ കീഴെ അനുഭവിച്ചത്. എന്നിട്ട് അവിടെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് മാത്രം ഭക്ഷണം, പാവങ്ങൾക്ക് ഭക്ഷണം ഇല്ല. ആഴ്ചകളോളം ക്യൂ നിന്നാലാണ് ഒരു ബ്രെഡിന്റെ കഷ്ണം കിട്ടുന്നത്. അതുപോലെയാണ് നമ്മൾ സബ്ജക്റ്റിന് ഇത്തിരി വേർതിട്ട് പോയി. ഈ SFI കുട്ടികൾക്ക് ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. ഇവിടെ കുറച്ച് അതെ ഇവിടെ കുറച്ചിങ്ങനെ ആൾക്കാർ കാണിച്ച അടുത്ത നമ്മുടെ JC തോമസിനെയൊക്കെ പോലെ അദ്ദേഹം ഇരിക്കുന്ന ചർച്ചകൾ ഞാൻ കാണാറേയില്ല. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ഒരു പുച്ഛമാണ്. അദ്ദേഹത്തിന് നവരസങ്ങളിൽ വേറെ ഒരു രസവും അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കാണ്ട് നവരസങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് അത് ഓരോന്നും പ്രകടിപ്പിക്കാനാണ്. ചിരിക്കുമ്പോൾ മുഖത്തുണ്ടാവുന്ന ഭംഗി, സങ്കടം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ദുഃഖം, അതൊക്കെ നമ്മൾ കാണിക്കണം കുട്ടികളെ. അല്ലാണ്ട് വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് റോഡിലിറങ്ങി തിരിച്ച് അടിയിടിയും തലയൊക്കെ വെട്ടിപ്പൊളിച്ച് കൊണ്ടു ചെന്നാൽ വീട്ടിലിരുന്ന് കരയുന്ന അമ്മയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഭാരതാംബയെ പോലെ നമ്മളുടെ ഒരു അമ്മയുണ്ട്, നമുക്കൊരമ്മയുണ്ട്. നിങ്ങൾ ഭൂമിയിൽ പിറവിയെടുക്കാനായിട്ട് 10 മാസം നിങ്ങളെ ചുമന്ന് സംരക്ഷിച്ച് നടന്ന അമ്മയെക്കുറിച്ചും കൂടെ ആലോചിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നിങ്ങളുടെ ഭാവി കളയരുത്. ഭാരതാംബ എന്നൊരു സങ്കല്പമാണ്. ഭാരതാംബ എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ സങ്കല്പിക്കുകയാണ്. എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്ന ഇങ്ങനെയാണെങ്കിൽ രാമായണത്തിൽ പറയുന്നുണ്ട് ജന്മി ജന്മഭൂമി സ്വർഗാദിപീഗിരിയസീന്ന്, അതായത് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. അതെ. അപ്പോൾ നമ്മുടെ പിറന്ന നാടെന്ന് പറയുമ്പോൾ പിറക്കുന്നത് എപ്പോഴും ഒരു സ്ത്രീയിൽ കൂടെയാണ്.
അല്ലേ? അപ്പോൾ ആ നാടിനെ ഒരു അമ്പയായി കണ്ട് നമ്മൾ ആദരിക്കുക. അത് മാത്രമേ ഗവർണർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് VC തടയുക, VC പൂട്ടിയിടാൻ നോക്കുക. ഭാഗ്യത്തിനൊരു ഗ്രില്ല് അഴിക്കുള്ളിൽ അദ്ദേഹത്തെ ഇട്ടുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. വേറെ എന്തൊക്കെയോ കാണിക്കുക, രജിസ്ട്രാറെ ഇതായിട്ട് വയ്ക്കുക. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പോൾ ഇവർക്ക് സഹിക്കുന്നില്ല. കുറേ നാൾ കൂടി വന്ന ചെയർമാനാണ്. യുവജനോത്സവത്തോടനുബന്ധിച്ച് ഞാൻ അങ്ങോട്ട് പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ കൂകാൻ തുടങ്ങി. കൂകലോട് കൂകല്. അത് കഴിഞ്ഞ് ആദ്യത്തെ സെറ്റ് അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അടുത്ത സെറ്റ് വന്ന് കൂകൽ. എനിക്കിതൊന്നും അഫക്റ്റ് ചെയ്യില്ല. ഞാൻ ദൃഷ്ടി ഉറപ്പിച്ച് നിർത്തി 10 മിനിറ്റ് എൻ്റെ അധ്യക്ഷ പ്രസംഗം അങ്ങോട്ടേക്ക് പറഞ്ഞു. ഒരു സ്ഥലത്ത് പോലും ഞാൻ ഫ്ലോണ്ട് ചെയ്യോ, ഞാൻ പരിഭ്രമിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൾ തെറ്റുകയോ ചെയ്തില്ല. ഇവർ കൂകി, 2ാമത്തെ ലെവൽ വന്ന് കൂകി, 3ാമത്തെ ലെവൽ വന്ന് കൂകി ഇവർക്ക് മതിയായി ഇവർ പോയിട്ട്. അന്നത്തെ വൈസ് ചാൻസലർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ്, എന്ത് മാത്രം ഭീഷണതയോടെ നിങ്ങളുടെ മുമ്പിൽ നിന്നു, ഒന്ന് പതറിയോ? നിങ്ങൾ കൂകി പുറത്തേക്ക് മാറിയതല്ലാണ്ട് അവർ ആ സ്ത്രീത്വത്തിൻ്റെ മഹാത്മ്യം നിങ്ങളെ കാണിച്ചു തന്നു. ഒരടി പോലും പതറാണ്ട്, ഒന്ന് വിൽക്കാണ്ട്, ഒന്ന് ചുമയ്ക്കാണ്ട്, മൈക്കിൽ പിടിച്ചിങ്ങനെ കൈകൊണ്ട് ഇതൊന്നും കാണിക്കാണ്ട് നിന്നില്ലേ? അതാണ് സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണത എന്ന്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ അമ്മമാരിലും എല്ലാ സഹോദരിമാരിലും ഭാരതാംബയെ നിങ്ങൾ ദർശിക്കൂ. നമ്മളുടെ ഭാരതത്തെ ഒന്നായി കണ്ട്, ഭാരതത്തിൻ്റെ സത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അമ്മയെ നിങ്ങൾ ആദരിക്കാൻ ആദ്യം പഠിക്കൂ. എന്നാൽ തന്നെ ഈ വക യാതൊരു ചിന്തകളില്ല. ചുമ്മാ ഒരു വഴക്കിന് വേണ്ടി പഠിക്കുക. എല്ലാം ഓട്ടോണമസ് കോളേജാണ്, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എല്ലാവരും പാസ്സാവും. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ കുട്ടികളെന്ന് എനിക്ക് പറയാനുള്ളൂ. കോളേജിൽ കയറിയാൽ എന്താ, കയറിയില്ലെങ്കിൽ എന്താ, പേടിപ്പിച്ച് അറ്റൻഡൻസ് മേടിക്കുക, പേടിപ്പിച്ച് മാർക്ക് മേടിക്കുക, പിന്നെ ഒരു രസം, അത്ര തന്നെ. കുറച്ച് TV-യിലൊക്കെ പടം വരും, വിളിച്ചോരാ, ഇടേ നോക്കടേ ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു. ഒരു പെർഫോമൻസിന് വേണ്ടി സബ്ജക്ട്സ് ഉണ്ടാക്കുക. ഭാരതാംബ ഈസ് ഹിയർ ടു സ്റ്റേ. നമ്മളുടെ ഭാരതമാതാവില്ലാണ്ട് നമുക്ക് ഭാരതമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.